ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലും നേടിക്കൊടുക്കുന്നവനെ ചരിത്രം എല്ലാ കാലത്തും ഓർത്തിരിക്കും. ഒരുപക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ ആരാധകർക്ക് ഇത്രയേറെ പ്രിയപ്പെട്ടവനാവുന്നത് അതുകൊണ്ട് കൂടിയാണ്. ഒരു യൂറോ കപ്പ്, ഒരു നേഷൻസ് ലീഗ്, ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിനായി നേടിക്കൊടുത്ത നേട്ടങ്ങളാണിത്. തന്റെ കരിയറിന്റെ അവസാന കാലഘട്ടത്തിലാണ് ക്രിസ്ത്യാനോ ഇപ്പോൾ പന്ത് തട്ടുന്നത്. ഒരു ഇന്റർനാഷണൽ കിരീടം കൂടി നേടി ഏറ്റവും മനോഹരമായ ഒരു യാത്രയയപ്പ് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലേ? യുഎഫ നേഷൻസ് ലീഗിന്റെ മത്സരങ്ങൾ അതിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. ക്വാർട്ടർ ഫൈനലിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ ഡെൻമാർക്കാണ്. ഇന്ന് മാർച്ച് 20 ഇന്ത്യൻ സമയം രാത്രി 1:15 നടക്കുന്ന മത്സരത്തിൽ ഡെൻമാർക്കാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ. ഒരു വട്ടം കൂടി പോർച്ചുഗലിനായി നേഷൻസ് ലീഗ് കിരീടം നേടിക്കൊടുക്കാൻ ക്രിസ്ത്യാനോയ്ക്കാവുമോ? ഒരുപക്ഷെ ഇപ്പോൾ അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി ഈ നേഷൻസ് ലീഗ് കിരീടം നേടിക്കൊടുക്കാൻ പോർച്ചുഗലിനാവുമോ? പോർച്ചുഗൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് ക്രിസ്ത്യാനോ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ ടീമൊന്നുമല്ല ഇപ്പോൾ. ശക്തമായ ഒരു സ്ക്വാഡുമായാണ് അവർ കളത്തിലേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ യുഎഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിലേക്കൊന്ന് പോവാം. ഇത്തവണ കിരീടം നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ട ടീമായിരുന്നു ലിവർപൂൾ. ലിവർപൂളിനെ PSG പരാജയപ്പെടുത്തി. PSG ലിവർപൂളിനെ തോൽപ്പിച്ചപ്പോൾ PSGയുടെ നെടുന്തൂണായി നിന്ന രണ്ട് താരങ്ങളായിരുന്നു ന്യൂനോ മെൻഡസും വിറ്റീനയും. യൂറോപ്പ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഊർജ്ജ സ്രോതസ്സായി നിലനിൽക്കുന്നത് ബ്രൂണോ ഫെർണാണ്ടസും. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രതിരോധ കോട്ടയ്ക്ക് കാവലാളായി നിൽക്കുന്നത് റൂബൻ ഡയസ്. അങ്ങനെ കളിക്കുന്ന താരങ്ങളിൽ മിക്കതും യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തവണ നേഷൻസ് ലീഗ് കിരീടം നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമാണ് പോർച്ചുഗൽ. പോർച്ചുഗലിന്റെ ഈ മത്സരം നടക്കുന്ന സമയത്ത് തന്നെ നേഷൻസ് ലീഗിൽ മറ്റു വാശിയേറിയ 3 പോരാട്ടങ്ങൾ കൂടെ നടക്കുന്നുണ്ട്. ക്രൊയേഷ്യ വെസ് ഫ്രാൻസ്, ഇറ്റലി വെസ് ജർമ്മനി, നെതർലാൻഡ്സ് വെസ് സ്പെയിൻ. അങ്ങനെ ആരാധകരെ കാത്ത് ഇന്നൊരു തകർപ്പൻ ഫുട്ബോൾ രാത്രിയാണ് കാത്തിരിക്കുന്നത്. ഈ മത്സരങ്ങളെല്ലാം ടെലിവിഷനിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് സോണി സ്പോർട്ട് നെറ്റ്വർക്കാണ്. സോണിയുടെ വ്യത്യസ്ത ചാനലുകളിലായി ഈ മത്സരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോണി ലീവ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് മത്സരം കാണാം. ഈ മത്സരം കാണാനുള്ള മറ്റു മാർഗങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യൂ. യൂറോപ്യൻ ഫുട്ബോളിന്റെ ആവേശത്തിൽ മതിമറക്കുമ്പോൾ അതിശക്തമായ പോരാട്ടങ്ങളാണ് ഇപ്പുറത്ത് കോൺമബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ ഇന്ത്യൻ സമയം 6:15 ബ്രസീൽ കൊളംബിയയെ നേരിടുന്നത്. കഴിഞ്ഞ കോപ്പ അമേരിക്ക ടൂർണമെന്റിലെ ഫൈനലിസ്റ്റുകളാണ് കൊളംബിയ. നിലവിൽ ലാറ്റിൻ അമേരിക്കയിൽ പന്തു തട്ടുന്ന ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ ബ്രസീലിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. നെയ്മർ ജൂനിയർ പരിക്കു കാരണം പിന്മാറിയതും ബ്രസീലിന് തിരിച്ചടിയായിട്ടുണ്ട്. വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങളിൽ നിലവിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്രസീലിന് ഈ വിജയം അനിവാര്യമാണ്. ഈ മത്സരം ഇന്ത്യയിലെ ടെലിവിഷനിൽ ഒരു ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മത്സരം കാണാനുള്ള മറ്റു മാർഗങ്ങൾക്കായി നിങ്ങൾ മറക്കാതെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.